ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദിർ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 7-ാം അധ്യായം 51-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 7-ാം അധ്യായത്തിലെ 50 വരെയുള്ള ശ്ലോകങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓ പഹനവതു പഹനവു ഭുനക്തു പഹബീജം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയജുഹാവം പുത്രേതി തന്മയതയാദരവോഭിനേതുസ്തം ഭഗവഭൂതഹൃദയം വിമാനവസ്. മാതൃമീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ മുമ്പ് പറഞ്ഞ പോലെ ചതുർത്ഥസ്കന്ധം 7-ാം അധ്യായം ശ്ലോകം 51 ആരംഭിക്കും. ആത്മമായം സമാവിശ്യഫോഹം ഗുണമയും ദ്വിജാം സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദധ്രേ സജ്ഞം ക്രിയോചിതാം. മുമ്പത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ വിഷയം സ്തുതികളായിരുന്നു. അവളെ ഉപസംഹരിച്ചു. അതിനുശേഷം ഭഗവാൻ അതിന് മറുപടി പറയാൻ ആരംഭിക്കലാണ്. ആത്മമായം സമാവിശ്യ, തൻ്റെ തന്നെ മായയെ ആവേശിച്ചിട്ട് പ്രവേശിച്ചിട്ട് തന്നിൽ നിന്ന് താൻ തന്നെ സൃഷ്ടിക്കപ്പെട്ട മായയിൽ താൻ തന്നെ പ്രവേശിച്ചിട്ട് ഫോ അഹം ആ ഞാൻ ഗുണമയീം ആത്മമായാം സമാവിശ്യ, ത്രിഗുണാത്മികയായ ആത്മമായയിൽ പ്രവേശിച്ചിട്ട്. ഗുണമയീം ത്രിഗുണാത്മക, സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങളോടുകൂടിയ ദ്വിജ സംബോധനയാണ്. ഹേ ബ്രാഹ്മണ. സൃജൻ രക്ഷൻ ഹരൻ, സൃഷ്ടിച്ചുകൊണ്ട് രക്ഷിച്ചുകൊണ്ട് സംഹരിച്ചുകൊണ്ട് വിശ്വം ദധ്രേ, വിശ്വത്തെ ധരിക്കുന്നു. ദധ്രേ ധരിക്കുന്നു. സജ്ഞാം ക്രിയോചിതാം, ക്രിയയ്ക്ക് ഉചിതമായ പേരിനെ സ്വീകരിച്ചുകൊണ്ട് ഏതേത് പ്രവൃത്തികൾ ചെയ്യുന്നുവോ ആ പ്രവൃത്തിക്ക് ഉചിതമായ പേരാണ് ഞാൻ സ്വീകരിച്ചത്. രജോ ഗുണത്തെ അംഗീകരിച്ച് ലോകത്തെ സൃഷ്ടിക്കുന്നതുകൊണ്ട് ബ്രഹ്മാവ് എന്നും, ബ്രഹ്മണം ചെയ്യുന്നത് കൊണ്ട് സൃഷ്ടിയിലൂടെ വളർത്തി വലുതാക്കുന്നത് കൊണ്ട് ബ്രഹ്മാവ്, സത്വഗുണത്തെ ആശ്രയിച്ച് രക്ഷിക്കുന്നതുകൊണ്ട് വിഷ്ണു, തമഗുണത്തെ ആശ്രയിച്ച് സംഹരിക്കുന്നത് കൊണ്ട് ഹരൻ അല്ലെങ്കിൽ ശിവൻ എന്നുള്ള പേര് ഒരാൾ തന്നെ 3 ജോലി ചെയ്തപ്പോൾ 3 പേര് കിട്ടി. വസ്തുക്കൾക്ക് ഭേദമൊന്നുമില്ല, രൂപമാത്രം മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാനാണ്. ഒരാൾ തന്നെ പല പ്രവൃത്തി ചെയ്യുമ്പോൾ പല പേരിലാണ് അറിയപ്പെടുക. വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർ എന്ന് വിളിക്കും. വള്ളം തുഴയുമ്പോൾ വള്ളം തുഴച്ചിലുകാരെന്ന് വിളിക്കും. ഫ്ലൈറ്റ് ഓടിക്കുമ്പോൾ പൈലറ്റ് എന്ന് വിളിക്കും. അയാൾ തന്നെ ബസ് ഓടിച്ചാൽ ബസ് ഡ്രൈവറായി. അയാൾ തന്നെ പാഠം പഠിപ്പിച്ചാൽ അധ്യാപകനായി. അയാൾ തന്നെ ഇലക്ട്രിക്കൽ പണി ചെയ്താൽ ഇലക്ട്രീഷ്യനാവും. ഒരാൾ തന്നെ അതല്ല. ഒരാൾ തന്നെ ബാലനാകുന്നു, യുവാവാകുന്നു, വൃദ്ധനാകും.
പുത്രനാകുന്നു, പിതാവാകുന്നു, പിതാമഹനാകുന്നു, സുഹൃത്താകുന്നു, ബന്ധുവാകുന്നു, ശത്രുവാകുന്നു. ഒരാൾ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ ഞാൻ തന്നെ ഗുണമയിയായ എൻ്റെ ആത്മമായെ സ്വീകരിച്ചിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. എൻ്റെ ഓരോ ക്രിയയ്ക്ക് ഉചിതമായ പേര് സ്വീകരിച്ചിട്ടാണ് ഈ മൂന്ന് ഞാൻ ചെയ്തത്. ഞങ്ങൾ 3 പേരും 3 പേരല്ല എന്ന് കാണിക്കുന്നു. ഒരാൾ തന്നെയാണ്, ഒരേ ഈശ്വരൻ, ഒരേ ശക്തി. 3 ജോലി ചെയ്തപ്പോൾ 3 പേര്, അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ആത്മമായം സമാവിശ്യ ഫോഹം ഗുണമയം ദ്വിജാം സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദത്തേ സത്യം പ്രയോജിതാം. ഹേ ദ്വിജ, ഗുണമയും ആത്മമായം സമാവിശ്യ വിശ്വം സൃജൻ രക്ഷൻ ഹരൻ ക്രിയോചിതാം സജ്ഞാം സ അഹം ദത്തേ. ആത്മമായം സമാവിശ്യ ഫോഹം ഗുണമയും ദ്വിജാം സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദത്തേ സത്യം ക്രിയോചിതാം. ആത്മമായം സമാവിശ്യ ഫോഹം ഗുണമയും ദ്വിജാം സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദത്തേ സത്യം ക്രിയോചിതാം. തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗജഭൂതാനി ഭേദേന അജ്ഞാനുപശ്യതി. തസ്മിൻ, അതിൽ, ബ്രഹ്മണി, ബ്രഹ്മത്തിൽ, തസ്മിൻ ബ്രഹ്മണി, ആ ബ്രഹ്മത്തിൽ, അദ്വിതീയേ തസ്മിൻ ബ്രഹ്മണി, അദ്വിതീയമായ, ദ്വിതീയം ഇല്ലാത്ത, രണ്ടാമതൊന്നില്ലാത്ത ആ ബ്രഹ്മത്തിൽ, കേവലേ, ഒന്നായിരിക്കും. കേവലം എന്ന് വെച്ചാൽ ഒന്ന് മാത്രം. പരമാത്മനി, പരമാത്മാവായും ഇരിക്കുന്ന ആ ബ്രഹ്മത്തിൽ, അദ്വിതീയേ കേവലേ പരമാത്മനി തസ്മിൻ ബ്രഹ്മണി, അദ്വിതീയവും കേവലവും ഒന്നായി മാത്രമുള്ളതും പരമാത്മസ്വരൂപമായും ഇരിക്കുന്ന ആ ബ്രഹ്മത്തിൽ, ബ്രഹ്മരുദ്രൗചഭൂതാനി, ബ്രഹ്മാവിനെയും രുദ്രനെയും, ഭൂതാനി, ഭൂതങ്ങളെയും, ഭേദേന, ഭേദഭാവനയോടെ, അജ്ഞ, അറിവില്ലാത്തവൻ, അനുപശ്യതി, കാണും. അറിവില്ലാത്തവരാണ് ഭേദത്തോടുകൂടി കാണുന്നത്. വിഷ്ണുവും ശിവനും ബ്രഹ്മാവും ഒന്ന് തന്നെയാണ്. ജനങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ മൂന്നായിട്ട് കാണുന്നു? അറിവില്ലായ്മ കൊണ്ടാണ്. ബ്രഹ്മം പരമാർത്ഥത്തിൽ അദ്വിതീയമാണ്, കേവലമാണ്, ആത്മസ്വരൂപമാണ്. അത് അറിയുവാൻ ശക്തിയില്ലാത്തവരാണ് ബ്രഹ്മാവ് വേറെ, ശിവൻ വേറെ, വിഷ്ണു വേറെ എന്നിങ്ങനെ തെറ്റിദ്ധരിച്ച് അടിപിടിയും വഴക്കും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾ വൈഷ്ണവന്മാരാണ്, ഞങ്ങൾ ശൈവന്മാരാണ്. ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന ബ്രാഹ്മികളാണ് എന്ന് പറയാറില്ല എന്ന് മാത്രം. അതും വേണേ പറയാം. അങ്ങനെ ഞങ്ങളെ മൂന്നായിട്ട് കാണാൻ കാരണം അജ്ഞാനം എന്നാണ്. അജ്ഞാനത്തിന് കാരണം മായ ബാധിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മൂന്നായിട്ട് ജനങ്ങൾ കണ്ട് ആരാധിക്കുന്ന. വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയേ കേവലേ പരമാത്മനെ ബ്രഹ്മരുദ്രൗചഭൂതാനി ഭേദേന അജ്ഞോനുപശ്യതി. അദ്വിതീയേ കേവലേ പരമാത്മനി തസ്മിൻ ബ്രഹ്മണി ബ്രഹ്മരുദ്രോ ഭൂതാനി ഭേദേന അജ്ഞ അനുപശ്യതി. തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗചഭൂതാനി ഭേദേന അജ്ഞോനുപശ്യതി.
തസ്മിൻ ബ്രഹ്മണ്യദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗ ച ഭൂതാനി ഭേദേനഗ്നോനുപശ്യതി യഥാ പുമന്നസ്വംഗേഷു ശിരപ്പാണ്യാദിഷു പുരിൽ പാരക്യബുദ്ധിം ഗുരുതേ ഏവം ഭൂതേഷു മത്പരാം. യഥാ എപ്രകാരമാണോ പുമാൻ പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ സ്വ അംഗേഷു സ്വന്തം അംഗങ്ങളിൽ ശിരഹ പാണി ആദിഷു ശിരഫ് കയ്യ് ആദികളിൽ ക്വചിത് ചിലപ്പോൾ പാരക്യബുദ്ധി മറ്റുള്ളവരുടേതാണ് എന്ന ബുദ്ധി, അതാണ് പാരക്യബുദ്ധി. പരനെ സംബന്ധിക്കുന്നത് പാരക്യം. ആ പാരക്യബുദ്ധിയെ കുരുതേ ചെയ്യുന്നു. ന കുരുതേ ചെയ്യുന്നില്ല. ഏവം ഭൂതേഷു മത്പര. ഇങ്ങനെയാണ് മത്പരനായ ഒരു ഭക്തൻ ഭൂതങ്ങളിൽ പാരക്യബുദ്ധിയെ ചെയ്യുന്നില്ല. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, കയ്യ്, കാല്, ശിരഫ്, അതേപോലെ തോളുകൾ എന്നിങ്ങനെ എൻ്റെ അംഗങ്ങളെയൊക്കെ മറ്റൊരാളാണ് എന്ന് പറയാറില്ലല്ലോ. എൻ്റെ കയ്യിനെ പറയാറുള്ളൂ, അവൻ്റെ കൈയാണിതെന്ന് പറയാറില്ല. എൻ്റെ ശിരഫാണെന്നേ പറയൂ, അവൻ്റെ ശിരഫാണെന്ന് പറയില്ല. എൻ്റെ കണ്ണ്, മൂക്ക്, നാക്ക് എന്നൊക്കെ പറയാൻ പറ്റും, മറ്റുള്ളതല്ല. എൻ്റെ തന്നെ അവയവങ്ങളാണ്. അതുപോലെയാണ് എൻ്റെ അവയവങ്ങളാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. അതിനെ പലതായിട്ട് മറ്റൊന്നിതായിട്ട് പറയാറില്ലല്ലോ. അതിന് ഉദാഹരണം പറഞ്ഞതാണ്. അവയവങ്ങൾ മറ്റൊരാളുടേതാണെന്ന് ഒരു കാലത്തും ആരും ഒരിക്കലും പറയില്ല. അതുപോലെയാണ് എന്നെ ഭജിക്കുന്നവർ ഏകാത്മഭാവത്തെ മാത്രമേ കാണൂ. മത്പരഹ ഏവം ഭൂതേഷു കുരുതേ. മത്പരൻ, എന്നിൽ പരായണനായിരിക്കുന്നവൻ, എൻ്റെ ഭക്തനായിരിക്കുന്നവൻ ഭൂതങ്ങളിലെല്ലാം ഞാൻ തന്നെയാണെന്ന് ഏകബുദ്ധിയിലേ കാണുകയുള്ളൂ. അറിവില്ലായ്മ കൊണ്ടാണ് പലതായിട്ട് കാണുന്നത്. ഉദാഹരണം പറഞ്ഞത് വ്യക്തമാക്കി. എൻ്റെ കയ്യും കാലും ഒക്കെ എൻ്റേതാണ്, മറ്റേതാണെന്ന് പറയാറില്ലല്ലോ. യഥാ പുമന്ന സ്വംഗേഷു ശിരപ്പാണ്യാദിഷു പുരിൽ പാരക്യബുദ്ധിം ഗുരുതേ ഏവം ഭൂതേഷു മത്പരാ. പുമാൻ ശിരപ്പാണ്യാദിഷു സ്വാംഗേഷു പാരക്യബുദ്ധിം യഥാ ന കുരുതേ ഏവം മത്പരഃ ഭൂതേഷു പാരക്യബുദ്ധിം ന കുരുതേ. യഥാ പുമന്ന സ്വാംഗേഷു ശിരപ്പാണ്യാദിഷു പുരിൽ പാരക്യബുദ്ധിം ഗുരുതേ ഏവം ഭൂതേഷു മത്പരഃ. യഥാ പുമന്ന സ്വാംഗേഷു ശിരപ്പാണ്യാദിഷു പുരിൽ പാരക്യബുദ്ധിം ഗുരുതേ ഏവം ഭൂതേഷു മത്പരഃ. ത്രയാണാമേകഭാവാനാം യോ ന പശ്യതി വൈഭിദാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സശാന്തിമധിഗച്ഛതി. ത്രയാണാം ഏകഭാവാനാം, ഏകഭാവത്തോടു കൂടിയ മൂന്ന് എണ്ണങ്ങളുടെ, ഏകഭാവാനം ത്രയാണാം യോ ന പശ്യതി വൈഭിദാം, ആരാണോ ഭിദാം ന പശ്യതി ഭേദം കാണാത്തത്, വൈ തീർച്ചയായിട്ടും അവൻ സർവഭൂതാത്മനാം എല്ലാ ഭൂതങ്ങളിലെയും ആത്മസ്വരൂപനായി ശാന്തി അധിഗച്ഛതി. ഹേ ബ്രഹ്മൻ,
അയാൾ ശാന്തിയെ പ്രാപിക്കുക തന്നെ ചെയ്യും. ഏകഭാവം കൊണ്ട് മാത്രമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ മാത്രമല്ല പ്രപഞ്ചത്തിലെ സമസ്ത ഭൂതജാലങ്ങളും അതിലുള്ള ചൈതന്യം ഒന്നാണ് എന്ന് കാണാനുള്ള ശക്തി ആർക്കാണോ ഉള്ളത് അവൻ ശാന്തസ്വരൂപനായിട്ട് എന്നെ പ്രാപിക്കും. ഇതിന് യോഗ്യത സിദ്ധിച്ചവർ തന്നെയാണ് ബ്രാഹ്മണർ. അതുകൊണ്ട് ഹേ ദക്ഷ, അങ്ങേക്ക് ഈ വിധം കാണാനുള്ള യോഗ്യത ജന്മസിദ്ധം തന്നെയാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല. ത്രയാണാമേകഭാവാനാം യോ നവശ്യതി വൈഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ പ്രശാന്തിമധിഗച്ഛതി. സർവഭൂതാത്മനാം ഏകഭാവാനാം ത്രയാണാം ഭിതാം യഹ നവശ്യതി ബ്രഹ്മൻ ശാന്തിം അധിഗച്ഛതി. ത്രയാണാമേകഭാവാനാം യോ നവശ്യതി വൈഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സ്വശാന്തിമധിഗച്ഛതി. ത്രയാണാമേകഭാവാനാം യോ നവശ്യതി വൈഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സ്വശാന്തിമധിഗച്ഛതി. മൈത്രേയ വാച. ഇത്രയും ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈത്രേയൻ ഇടക്കയറി ആ കഥ പൂർത്തീകരിക്കുകയാണ്. ഏവം ഭഗവതാദിഷ്ട പ്രജാപതിപതിർഹരിം അർച്ചിത്വാ കൃതുനാ സ്വേന ദേവാനുഭയതോ യജത് രുദ്രം ച സ്വേന ഭാഗേന ഉപാധാവത് സമാഹിതം. ഏവം ഇങ്ങനെ ഭഗവതാ ആദിഷ്ട ഭഗവാനാൽ ആദേശിക്കപ്പെട്ട പ്രജാപതിപതി പ്രജാപതികളിലെ അധിപതിയായ ആ ദക്ഷൻ ഹരിം അർച്ചയിത്വ വിഷ്ണുവിനെ പൂജിച്ചിട്ട് ക്രതുന ഫേന സ്വന്തം ക്രതു കൊണ്ട് യജ്ഞം കൊണ്ട് ക്രതുന യജ്ഞം കൊണ്ട് സ്വേന തൻ്റെ യജ്ഞം കൊണ്ട് ദേവാൻ ഉഭയതോ ഐജത് ദേവന്മാരെ രണ്ടു വിധത്തിലും പൂജിച്ചു. സകല ദേവന്മാരെയും യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പും യജ്ഞത്തിൽ പങ്കെടുത്ത് ഹവഭോജികളായതിനു ശേഷവും രണ്ടായിട്ട് കണ്ട് പൂജിച്ചു. അർച്ചിത്വാകൃതനാഫേന ദേവാൻ ഉഭയതോ യജത് രുദ്രൻ ജഫേന ഭാഗേന ശിവനാകട്ടെ തൻ്റെ ഭാഗം കൊണ്ട് ഹി ഉപാധാവത് പൂജിച്ചു. സമാഹിത ഭക്തിപൂർവം പരമശിവനെ സംതൃപ്തനാക്കി പൂജിക്കുകയും ചെയ്തു. അഭേദമായിട്ടെല്ലാം കാണണം എന്നാണല്ലോ ഏകത്വ ഭാവനയിൽ ഇപ്പോൾ ഉപദേശിച്ചത്. അത് കേട്ട് ധരിച്ചവനായ ദക്ഷൻ ശ്രീഹരിയെ പൂജിച്ച് പ്രായശ്ചിത്തപൂർവം ശുദ്ധി വരുത്തിയിട്ട് ആ യജ്ഞത്തെ പൂർത്തീകരിച്ചു. രണ്ട് വിധത്തിലും ആ യജ്ഞത്തിനും ദേവന്മാരെയും പൂജിച്ചു. ഭക്തിപൂർവം രുദ്രനെയും തൻ്റെ ഭാഗം കൊണ്ട് പൂജിച്ചു. അപ്പൊ ദക്ഷിണ നേരത്തെ സംഭവിച്ച പോരായ്മകളൊക്കെ ഇപ്പൊ പരിഹരിച്ചു. യജ്ഞം ചെയ്തു എന്ന് മാത്രമല്ല, പൂജിക്കേണ്ടവരെയൊക്കെ പൂജിച്ചു. പരമശിവനെ ആദ്യം തന്നെ പൂജിച്ചു. ഇങ്ങനെ തൻ്റെ പോരായ്മകളും കോട്ടങ്ങളും ഒക്കെ പരിഹരിച്ച് യജ്ഞം പൂർണ്ണമാക്കി മാറ്റി മഹാവിഷ്ണുവിൻ്റെ സേവയോടെ അനുഗ്രഹത്തോടെ
ഏവം ഭഗവതാദിഷ്ട പ്രജാപതിപതിർഹരിം അർച്ചിത്വാ ഗതുനാഫേന ദേവാനുഭേദോ യജത് രുദ്രൻ ജഫേന ഭാഗേന ഹ്യുപാധാവത് സമാഹിതം. ഏവം ഭഗവതാദിഷ്ട പ്രജാപതിപതിർഹരിം അർച്ചിത്വാ ഗതുനാഫേന ദേവാനുഭേദോ യജത് രുദ്രൻ ജഫേന ഭാഗേന ഹ്യുപാധാവത് സമാഹിതം. ഭഗവതാ ഏവമാദിഷ്ടഃ പ്രജാപതിപതിഃ ഹരിം അർച്ചിത്വാ സ്വേന ക്രതുനാ ദേവാൻ ഉഭേദഃ അയജത് സമാഹിതഃ രുദ്രം ച സ്വേന ഭാഗേന ഉപാധാവ. ഏവം ഭഗവതാദിഷ്ട പ്രജാപതിപതിർഹരിം അർച്ചിത്വാ ക്രതുനാ സ്വേന ദേവാനുഭേദോ യജൻ രുദ്രം ജഫേന ഭാഗേന ഹ്യുപാധാവത് സമാഹിതം. കർമ്മണോദവഫാനീനാം സോമപാനിതരാനപി ഉദവഫ്യ ഫഹർത്തുഗ്ധേ ഫസ്നാവാവഭൃതം തദാം. കർമ്മണ ഉദവഫാനീന കർമ്മണ ഉദവഫാനമെന്ന കർമ്മം കൊണ്ട് യജ്ഞത്തിന്റെ പരിസമാപ്തി കാണിക്കാൻ ഉപയോഗിക്കുന്ന കർമ്മത്തിന്റെ പേരാണ് ഉദവഫനം. അങ്ങനെയുള്ള ഉദവഫാനം എന്ന കർമ്മം കൊണ്ട് സോമപാൻ ഇതരാൻ അഭി സോമപന്മാരെയും ഇതരാനഭി മറ്റുള്ളവരെയും ഉദവഫ്യ സമാപ്തി കർമ്മം നടത്തി പൂജിച്ചിട്ട് ഋത്തുക്കളോടൊപ്പം ഋത്തുക്കളോടൊപ്പം സ്വപ്നാവ അവഭൃതം തഥ സ്വപ്നാഹ സ്നാനം ചെയ്തു അവഭൃതം സമ്പൂർണമായ സ്നാനം. അതിനാണ് അവഭൃത സ്നാനം ലോപിച്ച് അവഭൃത സ്നാനം എന്നൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. യജ്ഞത്തിന്റെ പരിസമാപ്തിയിൽ അവഭൃത സ്നാനം വേണം. അത് കർമ്മയജ്ഞത്തിനാണ് വിധിച്ചിരിക്കുന്നത്, ജ്ഞാനയജ്ഞത്തിനല്ല. സപ്താഹാദികളായ ജ്ഞാനയജ്ഞങ്ങൾക്ക് അവഭൃത സ്നാനം വേണ്ട വിധത്തിൽ വിധിച്ചിട്ടില്ല. അതേസമയത്ത് വൈദിക കർമ്മം ചെയ്ത് യജ്ഞം പൂർത്തിയാകുമ്പോൾ എല്ലാവരും അവഭൃതം ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇവിടെ ആഘോഷങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സപ്താഹത്തിന്റെ പരിസമാപ്തിയിൽ അവഭൃത സ്ഥാനം വെച്ച് ധാരാളം മീറ്റിങ്ങുകളും ധാരാളം രാഷ്ട്രീയക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെണ്ടമേളങ്ങൾ, ആഘോഷങ്ങൾ എന്ന് വേണ്ട എല്ലാം കൊണ്ടും വിപുലീകരിച്ചിരിക്കുന്നു ഇന്നത്തെ അവഭൃത സ്നാനം എന്ന ഈ യജ്ഞസമാപനം. കർമ്മണോദവസാനേന സോമപാനിതരാനവീം ഉദവഫ്യ സഹർത്തുഗ്ധേ സ്വപ്നാവാവഭൃതം തഥാ. ഉദവസാനേന കർമ്മണ ഇതരാൻ അഭി സോമപാൻ കൃത്വാ ഋത്വിഗ്ഭിഃ ഉദവഫ്യ തതഃ അവഭൃതം സ്വപ്നൗ. കർമ്മണോദവസാനേന സോമപാനിതരാനപി ഉദവഫ്യ സഹർത്തുഗ്ഭിഃ സ്വപ്നാവ അവഭൃതം തദാം. കർമ്മണോ ഉദവസാനേന കർമ്മണാം ഇതരാൻ അഭി സോമപാൻ കൃത്വാ ഋത്വിഗ്ഭിഃ ഉദവഫ്യ തതഃ അവഭൃതം സ്വപ്നൗ. കർമ്മണോദവസാനേന സോമപാനിതരാനപി ഉദവഫ്യ സഹർത്തുഗ്ഭിഃ സ്വപ്നാവാവഭൃതം തഥാ.
കർമ്മണോദവസാനീനാം സോമപാനിതരാനപേം ഉദവസ്യഭർത്തിഭ്യേ കസ്നാവാവപ്രജം സദാം തസ്മാം അപ്യനുഭാവേന സ്വേനൈവാവപ്തരാധവേ ധർമ്മ ഏവ മതിം ദത്വാ തദ്ശാസ്തേ ദിവം യയൂ. തസ്മ അപി അവനായിക്കൊണ്ട്, തസ്മൈ അപി എന്നാണ് സന്ധി വരിക്കുമ്പം ഐകാരം ലോപിച്ചിട്ടാണ് തസ്മ എന്ന് വരാൻ കാരണം. തസ്മ എന്നൊരു വാക്കില്ല, തസ്മീനെ വാക്കുള്ളൂ. അപ്പൊ തസ്മൈ അവനായിക്കൊണ്ട്, അപി അനുഭാവേന അനുഭാവം കൊണ്ട്, തന്റെ തന്നെ ശക്തി കൊണ്ട്, പ്രഭാവം കൊണ്ട്, സോമപാൻ ഇതരാൻ അപി, തസ്മ അപി അനുഭാവേന സ്വേനൈവ അവാപ്തരാധഫേ, തന്നെത്താൻ ചെയ്യപ്പെട്ട ശക്തി കൊണ്ട് അവാപ്തരാധഫേ, രാധഫ് ശ്രേയഫാൻ, അവാപ്തം പ്രാപിച്ച്, അവാപ്തരാധഫേ ശ്രേയസ്സോടു കൂടിയവനായി തീർന്നിട്ട്, ശ്രേയസ് പ്രാപിച്ചിട്ട്, ധർമ്മയേവ മതിം, ധർമ്മത്തിൽ തന്നെ മതിയെ ഉറപ്പിച്ചിട്ട്, ദത്വാ അത് തന്നെ ദാനം ചെയ്തിട്ട്, ത്രിദശാഹത്തെ ദിവം യു, ആ ദേവന്മാർ സ്വർഗത്തിലേക്ക് പോവില്ല. സാക്ഷാൽ ഭഗവാനായ മഹാവിഷ്ണുവിനെ ആരാധിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ശ്രേയസ് കൈവന്നിരിക്കുന്നു. ആ ദക്ഷ പ്രജാപതിക്ക് ധർമ്മത്തിൽ തന്നെ ബുദ്ധി നിൽക്കട്ടെ എന്നുള്ള അനുഗ്രഹരൂപമായ വരം കൊടുത്തിട്ട് ഭഗവാൻ സ്വർഗലോകത്തെ പ്രാപിച്ചു. ധർമ്മ ഏവ രതിം ദത്വ, ധർമ്മത്തിൽ തന്നെ രതി ഉണ്ടാവട്ടെ എന്ന് ദാനം ചെയ്തിട്ട്, തേ ത്രിദശാഹ, ആ ദേവന്മാർ ദിവം യയു, സ്വർഗത്തിലേക്ക് പോയി. തസ്മാ അപ്യനുഭാവേന സ്വേനൈവാവപ്തരാധഫേ ധർമ്മയേവ മതിം ദത്വാത് ശാസ്തേ ദിവം യയു. സ്വേന അനുഭാവേന ഏവ അവാപ്തരാധഫേ തസ്മൈ ധർമ്മേ ഏവ മതിം ദത്വാ തേ ത്രിദശാഹ ദിവം യയു. തസ്മാപ്യനുഭാവേന സ്വേനൈവാവപ്തരാധഫേ ധർമ്മ ഏവ മതിം ദത്വാ ത്രിദശാസ്തേ ദിവം യയു. തസ്മാ അപ്യനുഭാവേന സ്വേനൈവാവപ്തരാധഫേ ധർമ്മ ഏവ മതിം ദത്വാ ത്രിദശാസ്തേ ദിവം യയു. ഏവം ദാക്ഷായണീ ഹിത്വാ സതി പൂർവകളേബരം ജജ്ഞേ ഹിമവത ക്ഷേത്രേ മീനായ ദിശുശ്രുമാം. ഏവം ഇങ്ങനെ ദാക്ഷായണി ദക്ഷപുത്രിയായ ഹിത്വ ഉപേക്ഷിച്ചിട്ട്, പതിവ്രതയായ അവൾ പൂർവകളേബരം ഹിത്വ, ആദ്യത്തെ ശരീരം ഉപേക്ഷിച്ചു, ദക്ഷൽ നിന്നും സ്വീകരിച്ച ആദ്യത്തെ ശരീരം, ദാക്ഷായണി സതി, ദാക്ഷായണിയായി തീർന്നിട്ട് പൂർവകളേബരം ഹിത്വ, ആദ്യത്തെ ശരീരം ഉപേക്ഷിച്ചിട്ട്, ഹിമവത ക്ഷേത്രേ, ഹിമവാന്റെ പത്നിയിൽ, ക്ഷേത്രം കൃഷിഭൂമിയാണ്, ബീജസ്ഥലമാണ്, ബീജവും വിത്തുമായി കൂടിച്ചേർന്ന സ്ഥലമാണ്. ക്ഷേത്രം കൊണ്ട് ഹിമവാന്റെ ക്ഷേത്രത്തിൽ പത്നിയിൽ, മേനായാം മേനയിൽ, ജജ്ഞേ ഇതി ശുശ്രുമ,
ജനിച്ചു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദക്ഷപുത്രിയായ സതീദേവി നമ്മൾ മുമ്പേ കണ്ടതാണ്. ഈ കാരണം കൊണ്ട് തന്നെ തൻ്റെ ശരീരത്തെ യോഗാഗ്നിയിൽ ചാമ്പലാക്കി. അതിനുശേഷം ഹിമവാൻ എന്ന സുപ്രസിദ്ധമായ പർവ്വതത്തിൻ്റെ മുകളിൽ ഭാര്യയായ മേനാദേവി ഈ ശക്തി ചൈതന്യം, ഈ പാർവതി വീണ്ടും അവതരിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നു. ജജ്ഞേ ജനിച്ചു ഹിമവത ക്ഷേത്രേ, ഹിമവാന്റെ ക്ഷേത്രത്തിൽ ജനിച്ചു എന്ന്. ഇവിടെ ആരാണ് ക്ഷേത്രം? മേന. ഹിമവാന്റെ പത്നിയാണ് മേന. മേനയിൽ ജനിച്ചു എന്ന് ശുശ്രുമ അറിയുന്നു, ഞങ്ങൾ അറിയുന്നുണ്ട്. അത് എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട് എന്ന് ചോദിക്കാം. ഏവം ദാക്ഷായണീ ഹിത്വാ ഫതീപൂർവകളേവരം യജ്ഞേ ഹിമവത ക്ഷേത്രേ മേനായാമിതി ശുശ്രുമ. ഏവം ദാക്ഷായണീ ഫതി പൂർവകളേവരം ഹിത്വാ ഹിമവത ക്ഷേത്രേ മേനായാം യജ്ഞേ ഇതി ശുശ്രുമ. ഏവം ദാക്ഷായണീ ഹിത്വാ പതി പൂർവകളേബരം യജ്ഞേ ഹിമവത ക്ഷേത്രേ മേനായാമിതി ശുശ്രുമ. ഏവം ദാക്ഷായണീ ഹിത്വാ പതി പൂർവകളേബരം യജ്ഞേ ഹിമവത ക്ഷേത്രേ മേനായാമിതി ശുശ്രുമ. ത്വമേവ ദൈതം ഭൂയാം ആവൃന്ദേവതിമംബിക അനന്യഭാവൈകഗതിം ശക്തി സുപ്തേവ പൂരുഷം. ത്വമേവ ദൈതം ഭൂയഃ ആവൃന്തേ പതിം അംബിക. ആവൃന്തേ ആവരണം ചെയ്തു. ആരെ? അംബിക, ലോകമാതാവ് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ അവതരിച്ചു, ജനിച്ചു. അംബിക എന്ന ലോകമാതാവ് മറ്റാർക്കും ഒരു വിധത്തിലുള്ള ആശ്രയമില്ലാത്ത ഏകാശ്രയനായ, തൻ്റെ ഇഷ്ടപ്പെട്ടവനായ ദൈതനായ തം പതിമേവ, ആ ഭർത്താവിനെ തന്നെ അനന്യഭാവൈഗതിം ശക്തിം സുപ്തേവ പൂരുഷം. സുപ്താശക്തി, ഉറങ്ങിക്കിടക്കുന്ന, ലയിച്ചിരിക്കുന്ന ശക്തി. മേനയുടെയും ഹിമവാന്റെയും പുത്രനായിട്ട് ജനിച്ച ആ പാർവതി പൂർവദേഹം ദക്ഷന്റെ ശാലയിൽ വെച്ച് അഗ്നിക്കിരയാക്കി മാറ്റിയപ്പോൾ ആ സമയത്ത് ഏതൊരു ദേവനെ ചിന്തിച്ചുകൊണ്ടാണോ മരിച്ചത്, ഏകാന്ത ഭക്തന്മാർക്ക് ആശ്രയമായിരിക്കുന്ന തൻ്റെ പൂർവഭർത്താവായ ആ പരമശിവനെ തന്നെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പ്രകൃതി ഈശ്വരൻ എന്ന പുരുഷനെ ആശ്രയിക്കുന്നത് പോലെ ഭർത്താവായിട്ട് പ്രാപിച്ചു പാർവതി പരമശിവൻ. ഉറങ്ങിക്കിടക്കുന്ന പുരുഷനിലെ ലയിച്ചിരിക്കുന്ന ശക്തി, കാമക്രോധാദികൾ ഉണർന്നു വരുമ്പോൾ ആ പുരുഷനെ ആശ്രയിക്കുന്നത് പോലെ തമയവതൈതം ഭൂയാം ആവൃന്ദേവതിമംബിക അനന്യഭാവൈകഗതിം ശക്തി ദേവ പൂരുഷം.
ഭൂയഃ അംബികാ അനന്യഭാവൈകഗതിം ഏകാശ്രയം ദയിതം തം പതിം ഏവ സുപ്താശക്തി പുരുഷം ഇവ ആവൃത്തെ തമേവ ദയിതം ഭൂയ ആവൃന്തേ പതിമംബികാം അനന്യഭാവൈകഗതിം ശക്തി ദേവപൂരുഷം തമേവ ദയിതം ഭൂയ ആവൃന്തേ പതിമംബിക അനന്യഭാവൈകഗതിം ശക്തി സുപ്തേവ പൂരുഷം ഏതദ് ഭഗവതഃ ശംഭോ കർമ്മ ദക്ഷാധ്വരദ്രുഹ ശ്രുതം ഭാഗവതാത് ശിഷ്യാത് ധവാന്മേ ബൃഹസ്പതേ. ഏതദ് ഭഗവതഃ ശംഭോ കർമ്മ, ഇങ്ങനെ ഭഗവാനായ പരമശിവന്റെ കർമ്മങ്ങൾ ദക്ഷ അധ്വരദ്രുഹ, ദക്ഷന്റെ യാഗത്തെ ദ്രോഹിച്ച ഭഗവതഃ, ഭഗവാന്റെ ശംഭോഹോ, ശംഭുവിന്റെ ഏതത് കർമ്മ, ഈ ചരിതത്തെ ശ്രുതം ഭാഗവതാത് ശിഷ്യാത് ഉദ്ധവാത് മേ ബൃഹസ്പതി, ഈ കഥ ബൃഹസ്പതി ശിഷ്യനും ശ്രീകൃഷ്ണ ഭക്തനുമായ ഉദ്ധവരിൽ നിന്ന് ഞാൻ കേട്ടതാണ്. ശ്രുതം ഭാഗവതാത് ശിഷ്യാത് ഉദ്ധവാത് മേ ബൃഹസ്പതേ. ബൃഹസ്പതേ ഉദ്ധവ ഭാഗവതാത് ശിഷ്യാത് ഉദ്ധവാത്, ഭാഗവതത്തിന്റെ ശിഷ്യനായ ഭഗവാനായ ഉദ്ധവനിൽ നിന്നും ഞാൻ ഇത് കേട്ടതാണ്, ശ്രവിച്ചു. ശ്രീകൃഷ്ണ ഭക്തന്മാരിൽ വെച്ച് ഉത്തമോത്തമനായ ഉദ്ധവരിൽ നിന്നാണ് ഞാൻ ഈ കഥ കേട്ടതെന്ന് മൈത്രേയൻ പറയുക. ഈ കഥയുടെ ഒരു പാരമ്പര്യത്തെ ഒന്ന് സൂചിപ്പിക്കലാണ്. ദക്ഷൻ ചെയ്ത യജ്ഞഭംഗവും അതിൽ പരമശിവൻ കാണിച്ച പരാക്രമവും പിന്നീട് ചിന്താഗതികൾ മാറിയ യക്ഷൻ മഹാദേവനെ സ്തുതിക്കുന്നതുമായ ഈ കഥ ബൃഹസ്പതി ശിഷ്യനും ശ്രീകൃഷ്ണ ഭക്തനുമായ ഉദ്ധവരിൽ നിന്നാണ് ഞാൻ കേട്ടത്. ഇത്രയും പറയാൻ കാരണം ഈ കഥയുടെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചെങ്കിൽ മാത്രമേ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ. ഒരു നല്ല ചരിത്ര പാരമ്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് വിശ്വാസമാകൂ, ബോധ്യമാകൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കഥയെ അംശത്തെ ഇപ്പോൾ നിന്നോട് പറയാൻ കാരണം. ഏതത് ഭഗവത ശംഭോ കർമ്മദക്ഷാധ്വരദ്രുഹ ശ്രുതം ഭാഗവതാധിഷ്യാത് ഉദ്ധവന്മേ ബൃഹസ്പതേ. ദക്ഷാധ്വരദ്രുഹ ഭഗവതഃ ശംഭോ കർമ്മ ബൃഹസ്പതേഃ ശിഷ്യാത് ഭാഗവതാത് ഉദ്ധവാത് മേ ശ്രുതം. ഏതത് ഭഗവതഃ ശംഭോ കർമ്മ ദക്ഷാധ്വരദ്രുഹ ശ്രുതം ഭാഗവതാത് ശിഷ്യാത് ഉദ്ധവന്മേ ബൃഹസ്പതേ. ഏതത് ഭഗവതഃ ശംഭോ കർമ്മ ദക്ഷാധ്വരദ്രുഹ ശ്രുതം ഭാഗവതാത് ശിഷ്യാത് ഉദ്ധവന്മേ ബൃഹസ്പതേ. ഇദം പവിത്രം പരമീശചേഷ്ടിതം യശസ്യമായുഷ്യം അഖൗഘമർഷണം യോ നിത്യത അകർണ്യ നരോ അനുകീർത്തയേത്.
ധുനോത്യകം കൗരവഭക്തിഭാവതാം. ഇതം പവിത്രം. ഈ കഥ പവിത്രമാണ്, പരിശുദ്ധമാണ്. ഇത് പരം, അതിനേക്കാൾ കൂടുതൽ ഈശാചേഷ്ടിതം. പരം, ഈശാചേഷ്ടിതം, പരമീശചേഷ്ടിതം. പരമനായ ഈശ്വരൻ, പരമനായ ബ്രഹ്മസ്വരൂപനായ ഈശ്വരൻ. പരമീശചേഷ്ടിതം ഇതം പവിത്രം. യശഫ്യം, യശഫ് ഉണ്ടാക്കുന്നതാണ്. ആയുഷ്യം, ആയുഷ് ഉണ്ടാക്കുന്നതാണ്. അഖൗഖമർഷണം, പാപക്കൂട്ടത്തെ നശിപ്പിച്ചു കളയുന്നതാണ്. യശഫ്യം, ആയുഷ്യം, അഖൗഖമർഷണം. യശഫ് ഉണ്ടാക്കാൻ പര്യാപ്തമാണ്, ആയുഷ് ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അഖൗഖമർഷണം, പാപസമൂഹത്തെ തുളച്ചു മാറ്റിക്കളയുന്നതുമായ ഈ സമ്പാദരൂപേണയുള്ള കഥ. യോ, ആരാണോ നിത്യതാ അകർണ്യ, എന്നും കേട്ടിട്ട് നരോ അനുകീർത്തയത്, മനുഷ്യൻ അനുകീർത്തനം ചെയ്യുന്നു, ഉറക്കപ്പാടുന്നു. ധുനോതി അഖം, പാപത്തെ നശിപ്പിക്കൽ. ധുനോതി അഖം, ഹേ കൗരവ ഭക്തിഭാവത. ഭക്തിയുടെ ഭാവം കൊണ്ട് മാത്രമേ ഇത് സാധിക്കാൻ പറ്റുള്ളൂ. ഭക്തിയുടെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ സ്തുതിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ പവിത്രമായ കഥ, പരമേശ്വരന്റെ കഥ, യശസ്സുണ്ടാക്കുന്ന കഥ, അഖമർഷണങ്ങൾ ഉണ്ടാക്കുന്ന കഥ നിത്യേന കേൾക്കുക, അതിനെ മനുഷ്യൻ കൂടെ പാടുക. അതുകൊണ്ട് അഖം വിനോദം, പാവത്തെ മുഴുവൻ നശിപ്പിച്ചു കളയും. ഭക്തിഭാവം കൊണ്ടാണ് ഇത് സാധിക്കേണ്ടത്. ഇതം പവിത്രം പരമീശചേഷ്ടിതം യശഫ്യമആയുഷ്യമഖൗഖമർഷണം. യോ നിത്യത ആകർണ്യ നരോനുകീർത്തയൻ ധുനോത്യഖം കൈതഅഖം കൗരവഭക്തിഭാവതാം. യശഫ്യം, ആയുഷ്യം, അഖൗഖമർഷണം, പവിത്രം ഇതം പരം ചേഷ്ടിതം. യോ നരഃ നിത്യത ആകർണ്യ അനുകീർത്തയേത് ഹേ കൗരവ ഭക്തിഭാവതഃ അഖം ശൃണു. ഇതം പവിത്രം പരമീശചേഷ്ടിതം യശഫ്യമായുഷ്യമഖൗഖമർഷണം. യോ നിത്യത ആകർണ്യ നരോ അനുകീർത്തയേൻ ധുനോത്യഖം കൗരവഭക്തിഭാവതാം. ഇതം പവിത്രം പരമീശചേഷ്ടിതം യശഫ്യമായുഷ്യം കൗഖമർഷണം. ഇതം യോ നിത്യത ആകർണ്യ നരോ അനുകീർത്തയേൻ ധുനോത്യഖം കൗരവഭക്തിഭാവതാം. ഇതം പവിത്രം പരമീശചേഷ്ടിതം യശഫ്യമായുഷ്യമഖൗഖമർഷണം. യോ നിത്യത ആകർണ്യ നരോ അനുകീർത്തയേൻ ധുനോത്യഖം കൗരവഭക്തിഭാവതാം. ഇങ്ങനെ കുറച്ച് നീണ്ട ഈ അധ്യായം ഭക്തിയുടെ മാഹാത്മ്യത്തെ കാണിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഭാഗവതത്തെ സേവിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഭാഗവതത്തെ അനുഭവിക്കേണ്ടത് എന്ന് വിസ്തരിച്ച് പറഞ്ഞതിന് ശേഷം ഈ പ്രകടനത്തെ അവിടെ ഉപസംഹരിക്കുകയാണ്. ദക്ഷയാഗം എന്ന പ്രകടനം ഈ അധ്യായത്തിന്റെ പൂർണ്ണമായി. ഇതം പവിത്രം പരമീശചേഷ്ടിതം യശഫ്യമആയുഷ്യമഖൗഖമർഷണം. യോ നിത്യത ആകർണ്യ നരോ അനുകീർത്തയേൻ ധുനോത്യഖം കൗരവഭക്തിഭാവതാം. ഇതം പവിത്രം പരമീശചേഷ്ടിതം യശഫ്യമആയുഷ്യമഖൗഖമർഷണം. യോ നിത്യത ആകർണ്യ നരോ അനുകീർത്തയേൻ ധുനോത്യഖം കൗരവഭക്തിഭാവതാം. ഈ അധ്യായങ്ങളുടെ ഉപസംഹരിച്ചു. ഇനി ചതുർത്ഥ സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത്.
നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഉപസംഹരിച്ചതിന് ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ 8-ാം അധ്യായം അടുത്ത ദിവസം ആരംഭിക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.